റിമിയുടെ ആദ്യകാലത്ത് ഒരു പക്ഷേ റിമിയെ ഒരുപാട് സഹായിച്ച അല്ലെങ്കിൽ റിമിയോടൊപ്പം ഈ കലാരംഗത്ത് നിലയുറപ്പിച്ച് റിമിയോടൊപ്പമല്ല റിമിക്ക് വളരെ മുമ്പ് തന്നെ പക്ഷെ റിമിയെ പരിപോഷിപ്പിക്കുന്നതിലും വളർത്തുന്നതിലും വലിയൊരു നിർണായകമായിട്ടുള്ള പങ്ക് വഹിച്ച ഡും ഡും ഡുമിലെ സഹാവതാരക വരട്ടെ. ഹലോ റിമി, നമസ്കാരം. ഓർമ്മയുണ്ട് ഈ കൈരളിയിൽ ഇതേ കൈരളി ചാനലിൻ്റെ ഡും 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 PPP എന്ന് പറയുന്ന പരിപാടിയിൽ ആദ്യമായി ക്യാമറയുടെ മുമ്പിൽ വന്നിരിക്കുമ്പോൾ ഉള്ള റിമിയല്ല. ഇപ്പോൾ റിമി ഒരുപാട് വളർന്നു. ക്യാമറ എന്ന് പറയുന്നത് റിമിക്ക് അതിനെപ്പറ്റി ഒരു ചിന്തയില്ല, അതിനെപ്പറ്റി മൈൻഡ് ചെയ്യില്ല, അങ്ങനെ ഒരു സംഭവം ഫ്രണ്ടിലുണ്ടെന്നുള്ളൊരു പേടിയില്ല, അങ്കലാപ്പില്ലാത്ത റിമിയായി. ഇപ്പോൾ സിനിമ ക്യാമറയുടെ മുമ്പിൽ, മൂവി ക്യാമറയുടെ മുമ്പിൽ വരെ റിമി എത്തി, നായികയായി. ശരിക്ക് എന്താണ് റിമിക്ക് TV ക്യാമറയും മൂവി ക്യാമറയും തമ്മിലുള്ള വ്യത്യാസം തോന്നിയിട്ടുള്ളത്? TV ക്യാമറയും മൂവി ക്യാമറയും തമ്മിൽ വ്യത്യാസം. TV ക്യാമറ എൻ്റെ മുന്നിലുണ്ടെന്നുള്ള കാര്യം ഞാൻ ഓർക്കുന്നില്ല, ചിന്തിക്കുന്നില്ല. പക്ഷെ പണ്ട് ഡും 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 PPP അവതരിപ്പിക്കാൻ വന്നപ്പോൾ അങ്ങനെയായിരുന്നില്ല. ഈ TV ക്യാമറയെ പോലും എനിക്ക് പേടിയായിരുന്നു. നമ്മൾ ഏത് കാര്യം ചെയ്തല്ലേ. റിമിക്ക് പേടിയുണ്ടായിരുന്നോ? TV ക്യാമറ റിമിയല്ലേ ആൾക്കാർക്ക് പേടി? ആ പരിപാടി അവതരിപ്പിക്കുന്ന സമയത്ത് ഉള്ളിന്റെ ഉള്ളിൽ നമുക്ക് എന്ത് പറയണം എന്നൊക്കെ അതേപോലെയല്ലേ സിനിമ നമ്മൾ ഫസ്റ്റ് ചെയ്യുന്ന ഒരു സംഭവം. അടുത്ത സിനിമയാകുമ്പോഴേക്കും അതങ്ങ് പോകും റിമി. അറിയില്ല, അത് പുതിയ കോൾ ഷീറ്റൊക്കെ ഒപ്പുവെച്ച് തുടങ്ങിയ ഇല്ല, അങ്ങോട്ടൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല. സിനിമ ഇറങ്ങട്ടെ. പക്ഷെ അതിനു മുമ്പ് 1-2 സിനിമകളൊക്കെ റിമി അഭിനയിച്ചല്ലേ? 5 സുന്ദരി മാത്രമേ അഭിനയിച്ചിട്ടുള്ളൂ. ബാക്കി മറ്റേ പാട്ടിന്റെ സീൻ മാത്രമല്ലേ. കത്രീന കൈഫിന്റെ കൂടെ മമ്മൂക്കയുടെ കൂടെയാണ് ഫസ്റ്റ് അഭിനയിച്ചത്. ചെറിയ കാര്യമല്ല. അല്ല, അന്ന് കത്രീന കൈഫ് ഇത്ര ഫേമസ് അല്ല കേട്ടോ. ബൽറാം വേഴ്സസ് താരദാസില് അവരേതോ ഒരു ഹിന്ദി സിനിമയിലാണ്ട് ഒരു സിനിമയിലും കണ്ട് അഭിനയിച്ചിരിക്കുകയാണ്. അന്ന് ഞാൻ ഫോട്ടോ പോലും എടുത്തിട്ടില്ല, കാരണം എനിക്ക് ആരാന്നൊന്നും മനസ്സിലായില്ല. അന്ന് റിമി സ്റ്റാറാണ്. പക്ഷെ അന്ന് മറ്റേ ഈ വെളിച്ചെണ്ണയൊക്കെ തേച്ച് മുടിയൊക്കെ പുറകോട്ട് കെട്ടി വെക്കുകയായിരുന്നു. പിന്നെ പാവാടയും ബ്ലൗസ്, മുടി പൊക്കി കെട്ടാണ്ട് ഒരു സ്റ്റേജിൽ കയറത്തില്ല. കാരണം എനിക്കെന്തോ പലരും പറയും റീമിയ പോകും, മുടിയൊന്ന് അഴിച്ചിട്. എപ്പോഴും ഞങ്ങൾ അത് തന്നെ കണ്ടു മടുത്തു. എങ്ങനെ ഈ കോലത്തിലേക്ക് വന്നത്? ഇതൊക്കെ ചുരുട്ടി ഇപ്പൊ കുളിച്ചു കഴിഞ്ഞാൽ പോകുക, അതൊന്നല്ല. ഇടയ്ക്ക് കുറച്ച് നേരെയൊക്കെ ആക്കിയിരുന്നില്ലേ? എങ്ങനെ വേണല്ലോ ആക്കാൻ മുടി. പൈസ കൊടുത്താലേ നമ്മ പൈസ കൊടുക്കണം, അതാണ് പ്രധാനം. പക്ഷെ ഇങ്ങനെ ആക്കാനുള്ള മനസ്സാണ് ഏറ്റവും പ്രധാനം. മനസ്സിന്റെ ഒരു പ്രത്യേക വാസന അനുസരിച്ചാണ് നമ്മുടെ ഈ പറഞ്ഞ മുടിയും രൂപമൊക്കെ.